വീക്ക് സ്ക്രിപ്റ്റ് ആണ് ബ്രോ. ഒരു 3 അടുത്ത പാർട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, അല്ലാതെ വേറെ ഒന്നുമില്ല. സ്ക്രിപ്റ്റ് ഒക്കെ വളരെ മോശമാണ്. ഇത് പറയേണ്ടിട്ട് എന്തുവാ, മേക്കിംഗ് ഇതൊക്കെ കുഴപ്പമില്ല. പിന്നെ എഐന്റെ ജനറേഷനൊക്കെ വളരെ മോശമാണ്. ആവറേജ്. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കി ഒന്നുമില്ല ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ടുണ്ട്. പിന്നെ തേർഡ് പാർട്ടിന്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. ആവറേജ് ആണ്. ഇത് ജസ്റ്റ് തേർഡ് പാർട്ടിന് വേണ്ടി ഒരു സ്റ്റാർട്ടിങ് പോലെ എടുത്തേക്കുന്നതെന്ന് തോന്നുന്നത്. എടുത്തു പറയത്തക്ക രീതിയിലൊന്നുള്ള വ്യത്യസ്തങ്ങളൊന്നും ഇല്ല. സാധാരണ പോലെ സിനിമ ഇന്ത്യൻ ഫസ്റ്റ് വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. ഇന്ത്യൻ 2 എന്ന് പറയുന്നത് കമൽഹാസൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ 3 ആണ് കുറച്ചുകൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു. ഇത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്നാ തോന്നുന്നു, ഇന്ത്യൻ 3 ട്രെയിലർ കാണും. പിന്നെ ഇതിൽ പറയാൻ ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഇതിൽ ഇന്ത്യൻ നാഥാൻ്റെ സ്റ്റണ്ട് ഉണ്ട്, 6 പാക്കിലൊക്കെ വരുന്ന സ്റ്റണ്ട് ഉണ്ട്, അതൊരിക്കലും ദഹിക്കൂല. പിന്നെ അനിലിൻ്റെ മ്യൂസിക്കാലും ഏറമാൻ്റെ മ്യൂസിക്കലും വരുന്നുണ്ട്, അത് വരുമ്പോൾ മാത്രം കുറച്ച് ഗൂസ് ബംസ് ആ പഴയ മ്യൂസിക് കേൾക്കുമ്പോൾ. ഇത് അനിലിൻ്റെ മ്യൂസിക് എനിക്ക് അത്ര വർക്കഡായിട്ട് തോന്നിയിട്ടില്ല. അതാണ് മെയിനായിട്ട്. വർത്ത് വാച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, വൺ ടൈം വാച്ചബിൾ എന്ന് പറയാൻ പറ്റും. പിന്നെ പ്രതീക്ഷയുള്ള ഇന്ത്യൻ 3 പിള്ളേരെ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. വേറെ ലെവൽ ഫില്ലറാ, ശരിക്കും പറഞ്ഞാൽ ഫില്ലറാ. ശരിക്കും ഇതാണ് ഫസ്റ്റ് ഹാഫ്, ഇനി സെക്കൻഡ് ഹാഫ് അടുത്ത വർഷം ഇന്ത്യൻ ടീമിൽ നമുക്ക് കാണാം. ആദ്യം ഇറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് സിനിമയാ. ഇത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 സിനിമയായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഹാഫ് ആയിട്ട് വരുന്നത് കംപ്ലീറ്റ്ലി ഫില്ലറാണ്, കുഴപ്പമില്ല. കേട്ടോ, കാരണം ഇതിന്റെ കഥ ഇനി വരുന്നത് അടുത്ത തേർഡ് പാർട്ടിലാണ്. അത് അടുത്ത വർഷം എന്നാ പറയുന്നത്. അത് ഗൂസ് ബംസ് മൂവ്മെന്റ് കിട്ടിയ തേർഡ് പാർട്ടിന്റെ ഒരു ട്രെയിലർ പോലെ കാണിക്കുന്നു. അത് അടിപൊളിയാണ്, പടം അടിപൊളി. ഡിസപ്പോയിന്റിംഗ് മൂവിയാണ്, വെരി ഡിസപ്പോയിന്റിംഗ്. ബിക്കോസ് സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. ശങ്കറിന്റെ ഒരു സീൻസിന്റെ റിച്ച്നെസ്സും സ്റ്റൈലിഷ് മേക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ശങ്കറിന്റെ മുൻകാല ചിത്രങ്ങളിലെ കമ്പാനിയരായിരുന്ന സുജാതയുടെ അഭാവം നന്നായിട്ട് അറിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡെമേഴ്സിന് ശേഷമുള്ള മിക്ക സിനിമകളും ഇത് തന്നെയായിരുന്നു മെയിൻ പ്രശ്നം. ഐയും 2.0 ആയാലും ശരി തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ 4 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ അദ്ദേഹം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഡെപ്ത് ഇല്ലാത്ത ഡയലോഗ്സാണ്. അതാണ് ഒരു മെയിൻ പ്രശ്നം. പക്ഷേ തേർഡ് പാർട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കമൽഹാസൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു കമൽഹാസൻ അത് മുൻകൂട്ടി കണ്ടിട്ടാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിനകത്ത് തേർഡ് പാർട്ടിലാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തേർഡ് പാർട്ടിന്റെ ട്രെയിലറിന്റെ അവസാനം അത് എല്ലാവരും വന്ന് കാണുക. ഓക്കെ, എന്തായാലും